മന്ത്രിസഭ പുനഃസംഘടനയിൽ ധാരണയായി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകും. ആന്റണി രാജുവും കെ കൃഷ്ണൻകുട്ടി എന്നിവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാനാണ് സാധ്യത. ഗണേഷ് കുമാറിനായിരിക്കും ഗതാഗത വകുപ്പ്. നാളെ നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 29 നടക്കും. രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ 2.5 വർഷം വീതമുള്ള 2 ടേമുകളായി മന്ത്രിസ്ഥാനം വീതിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു. ആദ്യ 2.5 വർഷം കെ കൃഷ്ണൻകുട്ടി, ആന്റണി രാജു എന്നിവർക്കും രണ്ടാമത്തെ 2.5 വർഷം ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം നൽകുമെന്ന് LDF നേതൃത്വം നൽകിയ ഉറപ്പാണ് ഇടതുമുന്നണി ഇപ്പോൾ പാലിക്കുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടന വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട കേരള കോൺഗ്രസ് ബി LDF മുന്നണി നേതൃത്വത്തിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. നവകേരള സദസ്സ് അവസാനിച്ച ശേഷം മതി മന്ത്രിസഭാ പുനഃസംഘടന എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. അതുപ്രകാരം ഇന്ന് നവകേരള സദസ്സ് അവസാനിച്ചു കഴിഞ്ഞാൽ പുതിയ മന്ത്രിമാരെയും അവർക്കുള്ള വകുപ്പുകളും പ്രഖ്യാപിക്കും. നവംബർ 20-നാണ് സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കിയത്. ഗതാഗത വകുപ്പിനോട് ഗണേഷ് കുമാറിന് താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു. ഇക്കാര്യം ഇടതുമുന്നണിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കുകയും ചെയ്തു. എന്നാൽ വകുപ്പുകൾ മാറ്റുന്നതിനോട് മുഖ്യമന്ത്രിക്ക് യോജിപ്പില്ല. ഇടതുമുന്നണി നേരത്തെ തീരുമാനിച്ചതുപോലെ മതി പുനഃസംഘടന എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതേസമയം നവകേരള സദസ്സ് ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് സമാപന പരിപാടികൾ നടക്കുന്നത്. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നീക്കമെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഇന്ന് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നവകേരള സദസ്സിനെതിരെ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഇന്ന് നടക്കും. പ്രതിഷേധവും സംഘർഷ സാധ്യതയും കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. വിവാദങ്ങളും വാക്പോരും കൊണ്ട് സമ്പന്നമായ നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുമ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്നാണ് പ്രധാന ചോദ്യം. ലഭിച്ച പരാതികളിൽ എത്ര എണ്ണത്തിന് എന്ത് പരിഹാരം ഉണ്ടാക്കിയെന്നത് മറ്റൊരു ചോദ്യവുമുണ്ട്. സദസ്സിലെ ജനസാന്നിധ്യം ചൂണ്ടിക്കാട്ടിയാകും പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണപക്ഷം നേരിടുക. നവകേരള സദസ്സ് സമാപിച്ചാലും വിവാദങ്ങൾ ഉടൻ കെട്ടടങ്ങില്ലെന്ന് ചുരുക്കം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.